ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബ്ലൗസിൽ നിന്ന് എങ്ങനെയാണ് മെഷർമെൻ്റ് എടുക്കുക എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതാ ബ്ലൗസ് ഒരു സ്റ്റിച്ച് ചെയ്ത ബ്ലൗസ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഷോൾഡർ അളക്കാം. ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് നിന്ന് അപ്പുറത്തെ ഭാഗത്തേക്ക് ഷോൾഡർ അളന്ന് വെക്കാം. നേരെ വെക്കണം കേട്ടോ. പിന്നെ തിരിച്ചിടണം, ബ്ലൗസ് തിരിച്ചിടണം, നല്ല ഭാഗമല്ല, തിരിച്ചിടണം. ഇനി അടുത്തത് ചെസ്റ്റ് ഇങ്ങനെ അളക്കാം. സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് നിന്ന് അപ്പുറത്തെ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തേക്ക് അളക്കാം. ഇനി അതിന് ശേഷം വേസ്റ്റ് അളക്കാം. സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് നിന്ന് തന്നെ ഇങ്ങനത്തെ ഇപ്പുറത്തെ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത്. ഇതിപ്പോൾ ബാക്ക് സൈഡാണ് ഫസ്റ്റ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനത് നോട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അളവുകളൊന്നും പറയുന്നില്ല. ഓക്കെ, നേരെ വെച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ആം ഹോൾ റൗണ്ട് എടുക്കാം. ആം ഹോൾ റൗണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചുറ്റിയിട്ട്, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെ ആയിരിക്കും. ചുറ്റിയിട്ട് വെച്ചിട്ട് ലാസ്റ്റ് സ്റ്റിച്ച് വരെ എത്രയാണുള്ളത് നോക്കിയിട്ട് അത് നോട്ട് ചെയ്ത് വയ്ക്കാം. അടുത്തത് നെക്കാണ്, ബാക്ക് നെക്ക്. അപ്പോൾ ബാക്ക് നെക്കിൻ്റെ ഇറക്കം എത്രയാണെന്ന് നോക്കാം. ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഇങ്ങനെ വെച്ചിട്ട് ഒന്നെങ്കിൽ കൈ വെച്ച് ഇങ്ങനെ നോക്കുക, അല്ലെങ്കിൽ ഒരു സ്കെയിലോ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അളവ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ടോട്ടൽ ലെങ്ത്താണ് വേണ്ടത്. ടോട്ടൽ ലെങ്ത്ത് എനിക്ക് 15 കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും നോട്ട് ചെയ്ത് വെക്കാം. ഇങ്ങനെ ടോട്ടൽ ലെങ്ത്ത് ഒരു ഷോൾഡറിൽ നിന്ന് താഴെ വരെ അളന്നെടുക്കണം. ഇനി നമുക്ക് ഫ്രണ്ട് സൈഡാണ്. ഫ്രണ്ട് സൈഡിലേക്ക് എടുത്ത് വയ്ക്കാം. അതിൻ്റെയും എല്ലാം ബാക്ക് ഭാഗമാണ്, അതായത് മോശം ഭാഗമാണ് വെക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ചെസ്റ്റാണ് ഫസ്റ്റ് അളക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് ചെസ്റ്റ് അളക്കാം. ചെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഹുക്കിൻ്റെ ഭാഗം വരുന്നുണ്ടല്ലോ, ആ ഭാഗത്തുള്ള അളവെടുത്താൽ മതി. അപ്പോൾ അവിടുന്ന് എത്രയാണുള്ളതെന്ന് നോക്കിയിട്ട് അത് നോട്ട് ചെയ്ത് വയ്ക്കുക. അധികം വലിച്ചൊന്നും പിടിക്കരുത്, നോർമലായിട്ട് വെച്ചിട്ട് എടുക്കുക. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ടക്കിൻ്റെ വിഡ്ത്താണ്. അതിങ്ങനെയാണ് അളക്കുക. വിഡ്ത്ത് മീൻസ് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്ന് അറിയേണ്ടിയിട്ട്, ബ്രസ്റ്റിൻ്റെ സൈഡിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള അളവാണ്. അത് കുറച്ച് ചെരിച്ചെടുക്കണം. ഓക്കെ, അതിന് ഡീറ്റെയിൽഡൊക്കെ അടുത്ത വേറെ വീഡിയോസിലൊക്കെ ഞാൻ ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ ഇനി ഫ്രണ്ട് ടക്കിൻ്റെ മെയിൻ ടക്കിൻ്റെ ലെങ്ത്താണ്. ഇങ്ങനെ എടുത്തിട്ട് അത് നോട്ട് ചെയ്യാം. സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് എടുക്കണം. അത് പിടിച്ചിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് ടാപ്പ് കയ്യിൽ നിന്ന് വിടാതെ തന്നെ നേരെ താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ബ്രസ്റ്റ് കംപ്ലീറ്റ് എത്രയാണെന്ന് കിട്ടും, ബ്രസ്റ്റിൻ്റെ ലെങ്ത് എത്രയാണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോട്ട് ചെയ്ത് വയ്ക്കാം. ഞാൻ എത്രയാണെന്നൊന്നും പറയുന്നില്ല, പലർക്കും പല സൈസിലാണല്ലോ ഉണ്ടാവുക. ഓക്കെ, ഇനി ബ്രസ്റ്റിൻ്റെ വിഡ്ത്താണ്, ബ്രസ്റ്റിൻ്റെ ലെങ്ത്താണ് നമ്മളിപ്പോൾ അളന്നത്. ഇനി ബ്രസ്റ്റിൻ്റെ വിഡ്ത്താണ്. അതും ഇങ്ങനെ സൈഡ് ചെരിച്ച്, അത് നമുക്ക് ആ ഒരു ക്ലോത്ത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ചെരിഞ്ഞിട്ടാണ് അതിൻ്റെ ഇഴകളൊക്കെ പോയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ പിടിച്ചിട്ട് എത്രയാണെന്ന് നോക്കിയിട്ട് അത് അളക്കണം. അല്ലെങ്കിൽ ബ്രസ്റ്റ് കംപ്ലീറ്റ് ടൈറ്റോ അല്ലെങ്കിൽ ഒന്നുകിൽ ലൂസോ അങ്ങനെയൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ എന്തായാലും ഈ ഒരു അളവ് അളക്കണം. ഇനി നമുക്ക് അതിൻ്റെ വേസ്റ്റ് അളക്കാം. ഫ്രണ്ട് സൈഡിൻ്റെ വേസ്റ്റ് താഴെ അളക്കാം. എത്രയാണുള്ളത് നോക്കിയിട്ട് അത് നോട്ട് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം ഞാൻ ആ മുകളിലത്തെ, അതായത് ബ്രസ്റ്റിൻ്റെ ആ ഭാഗത്തുള്ള അളവും ഞാൻ അളന്ന് വെക്കാറുണ്ട്. ഇങ്ങനെ അളക്കാറുണ്ട് ഞാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ അതും അളന്ന് നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കണ്ടു നോക്കിയാൽ മതി, അപ്പോൾ മനസ്സിലാവും. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് റെഡിയാക്കിയിട്ട് ഇങ്ങനെ വെക്കുക. താഴോട്ടോ മുകളിലോട്ടോ ഒന്നും ആക്കരുത്, റെഡിയാക്കിയിട്ട് വെച്ചിട്ട് അത് നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകിൽ സ്കെയിൽ താഴേന്ന് വെക്കുക, അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ അളന്നാലും മതി. അല്ലെങ്കിൽ ഇങ്ങനെ ടാപ്പ് ഒടിച്ച് വെച്ചിട്ട്
അളന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രയാണുള്ളത് എന്ന്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കും. ഞാൻ ആ ഒരു സെൻറ്റർ ഡാട്ടിൻ്റെ മാത്രമേ ഞാൻ അളവ് അളക്കാറുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ തന്നെ കൊടുക്കാറാണ്. അതൊക്കെ കട്ടിങ് ക്ലാസ്സിൽ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് സെൻറ്റർ ഡാട്ടിൻ്റെ മാത്രമേ അളവിൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് സ്ലീവാണ്. സ്ലീവിൻ്റെത് എത്രയാണെന്ന് നോക്കണം, സ്ലീവിൻ്റെ ലെങ്ത്ത്. ഓക്കെ, അപ്പോൾ സ്ലീവ് എടുക്കാം. അപ്പോൾ സ്ലീവ് എടുക്കാം. സ്ലീവ് എടുത്തിട്ട് അതിൻ്റെ നീളം അളക്കാം. നീളം അളക്കുമ്പോൾ കൈ ജോയിൻറ്റ് ചെയ്ത ഭാഗത്ത് നിന്നാണ് അളക്കേണ്ടത്. സ്റ്റിച്ച് വന്ന ഭാഗത്ത് നിന്ന് താഴോട്ടേക്ക് അളക്കാം. അപ്പോൾ അത് നോട്ട് ചെയ്ത് വയ്ക്കാം. അടുത്തത് കൈയിൻ്റെ ചുറ്റളവാണ്. അത് നമുക്ക് നോട്ട് ചെയ്ത് വയ്ക്കാം. ഇങ്ങനെ ചുറ്റളവ് ആ സ്റ്റിച്ച് വരെ എത്രയാണോ അവിടെ മുതൽ അങ്ങോട്ടേക്ക് അളന്നിട്ട് നോട്ട് ചെയ്ത് വയ്ക്കാം. പിന്നെയുള്ളത് ബൈസപ്പ് എന്ന് പറയുന്നൊരു അളവാണ്. അതെങ്ങനെ എടുക്കാൻ നോക്കാം. നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ആ ആം ഹോള് സ്റ്റിച്ച് ചെയ്ത ഭാഗം മുതൽ താഴെ വരെ എത്രയാണ്, കണ്ടോ, ആ ഒരു ഭാഗത്ത് നിന്ന് താഴെ വരെ എത്രയാണ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ എനിക്ക് 4.25 കിട്ടിയിരിക്കുന്നത്. അത് തന്നെ അപ്പുറത്തെ ഭാഗത്ത് വെച്ചിട്ട് 4.25 അടയാളപ്പെടുത്താം. എന്നിട്ട് അവിടുന്ന് മുകളിലേക്കുള്ള അളവ് ആണ് ബൈസെപ്പ് എന്ന് പറയുന്നത്, നമ്മളെ കൈയുടെ മസിലിൻ്റെ അളവാണ്. ഓക്കെ, അപ്പോൾ സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിൽ നിന്ന് ഇങ്ങനെയാണ് ബൈസെപ്പ് മസിലിൻ്റെ അളവ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നോട്ട് ചെയ്തു. ഞാൻ ഇവിടെയുള്ള ഷോൾഡറിൻ്റെ അളവ് ഞാൻ എടുക്കാറുണ്ട്. ഷോൾഡർ എത്രയാണെന്ന് അത് 2.25, 2.5, ചെറിയ ഇതാണെങ്കിൽ 2 അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഞാനത് എടുക്കാറുണ്ട് അളവ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ബ്ലൗസിൻ്റെ അളവ് എടുക്കുന്നത്. ഇത്ര അളവുകളാണ് എടുക്കാറ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് തിരിച്ച് ഇട്ടിട്ട് വേണം അളവെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെയുള്ളത് ആം ഹോൾ എടുക്കുമ്പോൾ ഫ്രണ്ടിൽ എടുക്കരുത്, ബാക്കിൽ ആം ഹോൾ തന്നെ എടുക്കണം. കാരണം അത് കുഴിച്ച് വെട്ടുകയൊക്കെ ചെയ്യുന്നതാണല്ലോ, അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം, ഫ്രണ്ടിൽ എടുക്കരുത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചെറിയൊരു വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.